പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 2019 വരുന്ന വൈറ്റ് കളറിൽ വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഫുള്ള് പ്രൊഫൈൽ നല്ല ക്വാളിറ്റി, അതായത് നമ്പർ 1 ക്വാളിറ്റിയിലാണ് വണ്ടി വരുന്നത്. പിന്നെ അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് വരുന്നില്ല. ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് ഈ വണ്ടിയുടെ വരുന്നത്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വെൽ മെയിൻറ്റൈൻഡ്. വണ്ടി ഒന്ന് പോളിഷും കൂടെ ചെയ്തിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ അത്ര നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡോർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഡോറൊക്കെ ഒറിജിനലാണ്, സീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ്സിനൊക്കെ കോഡുണ്ട്, എല്ലാ ഗ്ലാസ്സിനും കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് 2019. പിന്നെ ഈ ഡോർ ആണെങ്കിലും ഒറിജിനലാണ്. ഇനി ഇൻറ്റീരിയറിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ കിലോമീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 93,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും അതിൻ്റെ ഗിയർ ആണെങ്കിലും കൂടുതൽ ഓടിയതിൻ്റെ കണ്ടീഷൻ അങ്ങനത്തെ ഒന്നുമില്ല. അത്ര നീറ്റും വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് അതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. 7 സീറ്റർ ഗാഡിയാണ്, അതായത് 7 സീറ്റിൻ്റെ വണ്ടിയാണ് വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ പോലും ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഗ്ലാസ്സുകളാണെങ്കിലും സൈഡ് മിററാണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ്. ഇതിൻ്റെ ടയേഴ്സ് എല്ലാം ഒരു 85% എബോവാണ് കിടക്കുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത്ര ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ ഗ്ലാസ് ആണെങ്കിലും ഒറിജിനലാണ്, ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് ഈ വണ്ടിയുടെ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഡോറൊക്കെ ഒറിജിനലാണ്, ഒറിജിനൽ പെയിൻറ്റിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം ഈ സൈഡിലെ ഡോറുകൾ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ഒറിജിനൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ബാർകോഡ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഇത് ക്യാപ്റ്റൻ സീറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിലെ ടോപ്പ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് അല്ല 100% ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങൾ ബാക്ക് ആണെങ്കിലും ടൊയോട്ടയുടെ തന്നെ അവർ മാറ്റി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ഇതേപോലത്തെ അത്ര നീറ്റായിട്ടാണ് വണ്ടി കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻജിൻ റൂമും കൂടെ തുറന്ന് കാണിക്കാം. ഇതാണ് എൻജിൻ റൂം വരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് വാഷ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഫുൾ അതിൻ്റെ സീല് കാര്യങ്ങളും തട്ടമുട്ട കാര്യങ്ങളൊന്നും അതിൻ്റെ ഇതൊന്നുമില്ല. അപ്പോൾ അത്ര നീറ്റായിട്ടുള്ള വണ്ടിയാണ്. സീല് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുണ്ട്. ബോണറ്റ് ഒറിജിനൽ ബോണറ്റാണ് വരുന്നത്. അപ്പം 2019 വണ്ടിയാണ്. 2019 ഇട്ടത് ഓട്ടോമാറ്റിക് വൈറ്റ് കളറാണ്. അതായത് നമ്മളെ ഒരു 10 പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 8 പേർക്ക് ആവശ്യങ്ങൾ വൈറ്റ് കളറാണ്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് കിലോമീറ്ററും കൂടെ ഒന്നും കൂടെ പറയാം, 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്ക് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ 17,75,000 രൂപ. നെഗോഷ്യബിൾ ആണ്, ഓൺ ടേബിളിൽ മാത്രമാണ് നെഗോഷ്യബിൾ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടോക്കൺ മണി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നോവയാണ്, ഇന്നോവ ക്രിസ്റ്റ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്, ഇസഡ് വേരിയൻറ്റിൽ വരുന്നത്. നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ഓടിക്കുമ്പോൾ നല്ല കംഫർട്ട്, അതായത് എക്സ്ട്രാ ഇതൊരു വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. നല്ല സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതുപോലത്തെ ഉള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ പ്രത്യേകം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഡെയിലിയിലെ ഓൾമോസ്റ്റ് എല്ലാ തരമുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരിക.